പ്രത്യേക സ്ഥലം. ഇനി 10ാമത്തെ വിഷയമാണ് പറയുന്നത്. ഫുസ്സിലത്ത് സൂറത്തിൽ 44-ാം ആയത്തിൽ അഅ്ജമിയ്യുൻ എന്നതിൽ 1ാമത്തെ ഹംസയെ ശക്തിയിലും 2ാം ഹംസയെ ലഘുവാക്കിയും ഉച്ചരിക്കണം. നേരത്തെ വ്യക്തമായി പറഞ്ഞല്ലോ. ഫുസ്സിലത്ത് സൂറത്ത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എത്രാം ആയത്താണ്? 44-ാം ആയത്ത്. ഇതാ സ്ക്രീനിൽ കാണാം. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. ഇവിടെ കാണുന്ന അഅ്ജമിയ്യുൻ എന്നത് ആദ്യം അഅ്ജമിയ്യൻ എന്ന് കാണുന്നുണ്ട്. അതിനുശേഷമുള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ വിഷയം. ഓക്കെ, ഒരു ചെറിയ ഇടവേള, ആരും പുറത്തു പോകരുത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ നേരത്തെ പറഞ്ഞത്? ലൗലാ ഫുസ്സിലത് ആയാതുഹു അവിടെ നിർത്തി. ഇനി വരുന്നത് അഅ്ജമിയ്യുൻ വഅറബി. ഇവിടെ ആ കഴിഞ്ഞാൽ പിന്നെ ഒരു അലിഫിന്റെ മുകളിൽ ഒരു കട്ടിയുള്ള പൂജ്യം കാണുന്നുണ്ട്, പുള്ളി അല്ലെ. അവിടെ അറിയിക്കുന്നത് എന്താ? ഈ ഹംസയെ അല്പം ലഘുവാക്കി ഉച്ചരിച്ചാൽ മതി എന്നാണ്. ഇവിടെ നിർത്തൽ നിർബന്ധമില്ല. ലൗലാ ഫുസ്സിലത് ആയാതുഹു എന്ന ഭാഗത്ത് നിർത്തൽ നിർബന്ധമില്ല. ഒരാൾ നിർത്താതെ ഓതുകയാണെങ്കിൽ ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅ്ജമിയ്യുൻ വഅറബി അങ്ങനെ പോകും. ഓക്കെ, അടുത്ത സ്ഥലം. ഇനി പറയാനുള്ളത് 11ാമത്തതാ. അഹ്സാബ് സൂറത്തിൽ 10ാം ആയത്തിൽ അബ്ബുനൂന എന്നതിലും 66ാം ആയത്തിൽ അർ റസൂല എന്നതിലും 77ാം ആയത്തിൽ അസ്സബീല എന്നതിലും വഖഫ് ചെയ്യുമ്പോൾ ഒരു അലിഫ് നീട്ടി അബ്ബുനൂന അർ റസൂല അസ്സബീല എഴുതിയ പോലെ തന്നെ ഓതണം, പറയണം. ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ നീട്ടാതെയും പറയണം. അത് നിങ്ങൾ ഈ സൂറത്തിൽ, ഏത് അഹ്സാബ് സൂറത്തിൽ 10, അതുപോലെ 66ാം ആയത്തിൽ അർ റസൂല ഒക്കെ അഹ്സാബ് സൂറത്ത് തന്നെയാണ്. പിന്നെ 67ാം ആയത്തിൽ അസ്സബീല, 10, 66 അങ്ങനെയാണ് പോകുന്നത്. നോക്കൂ, സ്ക്രീനിൽ കാണാം. അഹ്സാബ് സൂറത്തിലെ 10ാം ആയത്ത്, 419ാം പേജ് നിങ്ങളെ മുസ്ഹഫിൽ നോക്കാം. إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار وإذ زاغ അല്ലേ. അവിടെ ദാല് കൊണ്ട് തുടങ്ങി സായിലേക്ക് നേരെ നീങ്ങണം. وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? എന്താ നമ്മളവിടെ പറഞ്ഞത്? വഖഫ് ചെയ്യുമ്പോൾ ഒരു അലിഫ് നീട്ടി അദ്ദുനൂന അർ റസൂല അസ്സബീല എഴുതിയ പോലെ തന്നെ ഓതണം. ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ നീട്ടാതെയാണ് ഓതേണ്ടത്. അപ്പൊ നോക്കാം. وَتَظُنُّونَ بِاللَّهِ الظُّنُونَ هُنَالِكَ ابْتُلِيَ الْمُؤْمِنُونَ. കണ്ടാ, ഞാൻ അവിടെ നിർത്താതെ ഓതുമ്പോൾ അദ്ദുനൂന ഹുനാലിക എന്നാണ് ഓതിയത്, നീട്ടരുത്.
ഇനി 66-ാം ആയത്ത്, അതേ സൂറത്തിൽ തന്നെ 66-ാം ആയത്ത്, പേജ് നമ്പർ 427. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول. ഞാൻ അവിടെ നിർത്തിയപ്പോ ലാ എന്ന് നീട്ടി. ഇനി നിർത്താതെ ഞാൻ ഓതുന്നു, നോക്കൂ. وأطعنا الرسول وقالوا ربنا إنا أطعنا. കണ്ടോ? وأطعنا الرسول എന്നാണ്. അതുപോലെ നേരെ അടുത്ത ആയത്ത്, وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. നിർത്തിയപ്പോ സബീല ഒരലിഫിന്റെ ഖദർ നീട്ടി നിർത്തി. ചേർത്തി ഓതുമ്പോഴോ فأضلونا السبيل ربنا آتهم ضعفين. അങ്ങനെ വരും. ഓക്കെ, അടുത്ത സ്ഥലം പേജ് മറിക്കാം. ഇനി നന്നായി ശ്രദ്ധിച്ചോളൂ. 12-ാമത് പറയുന്നത് ഇൻസാൻ സൂറത്തിൽ 4-ാം ആയത്തിൽ സലാസില എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ സലാസിൽ എന്നും സലാസില എന്നും പറയാം. സൂറത്തുൽ ഇൻസാനിൽ സലാസില എന്ന് വരുന്നുണ്ട്. അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് സലാസിൽ എന്ന് പറഞ്ഞ് സുക്കൂനാക്കി വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ സലാസില എന്ന് ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും വഖഫ് ചെയ്യാം. ചേർത്തി ഓതുമ്പോൾ സലാസില എന്നേ പറയാവൂ. ഇൻസാൻ സൂറത്തിൽ സലാസില നോക്കാം. നമ്മൾ ഖുർആനിൽ നോക്കുമ്പോഴേ നമുക്ക് എന്താ ചെയ്യുള്ളൂ, അത് വ്യക്തമാവുള്ളൂ, അത്ര വ്യക്തമാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ഇൻസാൻ സൂറത്ത് 878, അല്ല സോറി 578, 578. ഇവിടെ പറഞ്ഞത് ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസിൽ. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാക്കി സലാസിൽ എന്ന് വഖഫ് ചെയ്യാം. എന്നാൽ അല്ലെങ്കിൽ സലാസിൽ എന്നാക്കിയും വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ സലാസില എന്നാക്കിയും വഖഫ് ചെയ്യാം. എന്നാൽ ഇവിടെ ശേഷമുള്ള അഗ്ലാലൻ എന്നതിലേക്ക് ചേർത്തി ഓതുമ്പോൾ സലാസില എന്നേ പറയാവൂ. അതായത് ലാമിനെ സുക്കൂനാക്കണം എന്നല്ല, ലാമിനെ നീട്ടാതെ, ലാമിന് ഫതഹ് കൊടുത്ത് നീട്ടാതെ ഓതണം ചേർത്തി ഓതുമ്പോൾ. അതാണ് നിയമം. അപ്പൊ ഞാൻ ചേർത്തി ഓതുന്നത് നിർത്തുമ്പോഴുള്ള 2 രീതിയും ആദ്യം ചെയ്യാം, പിന്നെ നിർത്താതെ ചേർത്തി ഓതുമ്പോഴുള്ള ഒരു രീതിയും ചെയ്ത് ഓതാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം നിർത്തുമ്പോഴുള്ള 2 രൂപങ്ങൾ, പറ്റുന്ന 2 രൂപങ്ങൾ. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസിൽ. ഒന്ന്, ലാമിനെ സുക്കൂനാക്കി. രണ്ടാമത്തെ രീതി ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില. അവിടെ ലാമിനെ ഫതഹോടെ ഒരു അലിഫിന്റെ ഖദർ നീട്ടിക്കൊണ്ട് നിർത്തി. ഇനി ചേർത്തി ഓതുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. ചേർത്തി ഓതുമ്പോൾ ലാമിനെ ഫതഹ് കൊടുത്ത് നീട്ടാതെ വേണം ചേർത്തി ഓതാൻ. ഫതഹ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത് 13-ാമത്തത് സുമർ സൂറത്തിൽ 7-ാം ആയത്തിൽ യർബഹു ലക്കും എന്ന് ഹാഇനെ നീട്ടാതെ പറയണം. ഹാഇന്റെ മുമ്പിലും പിന്നിലും ഹർക്കത്തായത് കൊണ്ട് നീട്ടണം എന്നാണ് നിയമമെങ്കിലും ഇവിടെ നീട്ടരുത്. മനസ്സിലായി? നമ്മൾ ഹാഉൽ ദമീറിന്റെ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. മുമ്പിലും പിമ്പിലും ഹർക്കത്ത് ഉണ്ടെങ്കിൽ ഹാഉൽ ദമീറിനെ നീട്ടണം എന്നാ നിയമം. പക്ഷെ ഇവിടെ നീട്ടരുത്. ഖുർആനിൽ പ്രത്യേകതയുള്ള സ്ഥലമാണല്ലോ. അതെവിടെയാണ്? സുമർ സൂറത്തിലാണ്. സുമർ സൂറത്തിൽ യർബഹു ലക്കും, അല്ലെ? ആ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം.
459 459. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله. അതല്ലല്ലോ, 7-ാം ആയത്താണ് കേട്ടോ, 8-ാം ആയത്തല്ല, 7-ാം ആയത്ത്. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم. ഇവിടെ കണ്ടല്ലോ, ഹാ ഉ ളമീറിന് മുമ്പും ഹർക്കത്തുണ്ട്, ശേഷവും ഹർക്കത്തുണ്ട്. ഇവിടെ എന്ത് ചെയ്യണ്ട? യഥാർത്ഥ നിയമപ്രകാരം ഹാ ഉ ളമീറിനെ നീട്ടണം എന്നാണ്, ഇവിടെ നീട്ടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യർബഹുലക്കും എന്നതിൽ ഹാഇനെ നീട്ടാതെ പറയണം എന്നാ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. 14 അൽ ഹാഖ സൂറത്തിൽ 28-ാം ആയത്തിൽ മാലിയ ഹലക എന്നതിൽ മാലിയ എന്ന് സക്ത ചെയ്ത് ഹലക അന്നി എന്നും, മാലിയ എന്നതിലെ ഹാഇനെ ഹലക്കയിലെ ഹായിലേക്ക് ഇദ്ഗാം ചെയ്ത് മാലിയ ഹലക എന്നും പറയാം. അൽ ഹാഖ സൂറത്തിൽ രണ്ടും പറഞ്ഞുതരാം. സക്ത ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, അറുന്നൂറാം പേജല്ലേ? 567-ാം പേജ് സ്ക്രീനിൽ നോക്കാം, അടയാളപ്പെടുത്തിയ ഭാഗം. മാ അഗ്നാ അന്നീ മാലിയഹ്. ഇവിടെ സീന് മുകളിലുണ്ട്, എന്താണ്? സക്ത പാലിക്കണം. സക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓത്ത് തുടരുക, അല്ലെ? ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാ, എന്നാൽ ശ്വാസം വിടാതെ അല്പം നിർത്തി ഓത്ത് തുടരുന്നതിനാണ് സക്ത എന്ന് പറയാ. അപ്പൊ ഇവിടെ സക്ത പാലിക്കണം. സക്ത പാലിക്കുമ്പോൾ ഓതേണ്ട ഓത്താണ് ഞാൻ ഓതുന്നത്, ശ്രദ്ധിച്ചോളൂ. മാ അഗ്നാ അന്നീ മാലിയഹ് ഹലക അന്നീ സുൽത്താനിയഹ്. സക്ത പാലിക്കുമ്പോ ആദ്യമുള്ള ഹാഇനെ ശേഷമുള്ള ഹലക എന്നതിലെ ഹായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നില്ല. സക്ത പാലിക്കാതെ ഒരാൾ ഓതുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അയാൾ ഓതുമ്പോ എങ്ങനെ ഓതേണ്ടത്? ഹാഇനെ ശേഷമുള്ള ഹായിലേക്ക് ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള ഹാ ആക്കി ഉച്ചരിച്ചാൽ മതി. അത് ഓതുന്നത് എങ്ങനെ? മാ അഗ്നാ അന്നീ മാലിയഹ് ഹലക അന്നീ സുൽത്താനിയഹ്. സുക്കൂനുള്ള ഹാഇനെ ഹർക്കത്തുള്ള ഫത്ഹുള്ള ഹായിലേക്ക് ഇദ്ഗാം ചെയ്തു, ഷദ്ദുള്ള ഒരൊറ്റ ഹാ ആക്കി അങ്ങ് ഉച്ചരിച്ചു. അത് രണ്ടും കുഴപ്പമില്ല. രണ്ടാൽ ഏതെങ്കിലും ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്. സക്ത ചെയ്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത്. സക്ത ചെയ്ത് ഹലക അന്നി എന്നും മാലിയ എന്നതിലെ ഹാഇനെ ഹലക്കയിലെ ഹായിലേക്ക് ഇദ്ഗാം ചെയ്ത് മാലിയ ഹലക എന്നും പറയാം. 15-ാമത്തത് സൂറത്തു നംലിൽ 36-ാം ആയത്തിൽ ഫമാ ആതാനിയല്ലാഹു എന്നതിൽ ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ ഫമാ ആതാനിയല്ലാഹു എന്ന് ഓതണം. അതിന്മേൽ നിർത്തുകയാണെങ്കിൽ ആതാൻ എന്നും ആതാനി എന്നും പറയാം. രണ്ട് ഓപ്ഷനുമുണ്ട് സൂറത്തു നംലിൽ. ഫമാ ആതാനിയ ആയത്തിന് നമ്പർ പറയുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. فلما جاء سليمان قال أتمدونني
فلما جاء سليمان قال أتمدونني بمال فما آتان. അവിടെ നിർത്തുമ്പോ എന്ത് ചെയ്യാം? സുക്കൂനാക്കി നിർത്താം. പിന്നെന്താ പറഞ്ഞത്? ആറാം ആയത്തിൽ ഫമ ആത്താനിയ എന്ന അള്ളാഹു എന്നതിൽ ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ ആത്താനി അള്ളാഹു എന്ന് ഓതണം. അതിന്മേൽ നിർത്തുകയാണെങ്കിൽ ആത്താൻ എന്നും ആത്താനി എന്നും പറയാം. നിർത്തുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഞാൻ നിർത്തി ഓതാം. നിർത്തുമ്പോൾ രണ്ട് രീതി സ്വീകരിക്കാം. ആദ്യം നിർത്തി ഓതുമ്പോൾ പാലിക്കാൻ പറ്റുന്ന രണ്ട് രീതി കേൾപ്പിക്കുന്നു. فلما جاء سليمان قال أتمدونني بمال فما آتان. രണ്ടാമത്തെ فلما جاء سليمان قال أتمدونني بمال فما آتاني. ഇനി ചേർത്തി ഓതുമ്പോൾ فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. എന്താണ്? എന്താ പറഞ്ഞത്? ആരോ എന്തോ പറയുന്നുണ്ടല്ലോ. ഞാൻ ഓതിയത് ക്ലിയർ അല്ലേ? കേട്ടില്ലേ? റമീൻ മറുപടി പറയോ? ഞാനല്ല പറഞ്ഞ ലാസിമ. ഓക്കെ, ലാസിമേനും പറഞ്ഞ. ഓക്കെ. ലാസിം എന്താ പറഞ്ഞത്? വീട്ടിൽ എന്താ പറഞ്ഞതാ? മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട്. അല്ല, ഓൻ ഉസ്താദിനെ വിളിക്കുമ്പോ ഉസ്താദ് ഓന്നോണ്ട് പിന്നെ ഓനിങ്ങനെ പറഞ്ഞില്ല, പിന്നെ ഓൻ കട്ടാക്കി പോയി. അതിനിടെ കൂടെ എന്താ പറയാ? ഓക്കെ, 16 സൂറത്തു ദഹറിൽ ഇൻസാൻ. ദഹറിന് ഇൻസാൻ എന്നും പേരുണ്ട് കേട്ടോ. സൂറത്തുൽ ഇൻസാൻ എന്ന ആ സൂറത്തിന് സൂറത്ത് ദഹർ എന്നും പേരുണ്ട്. ഈ സൂറത്തിലെ 15-ാം ആയത്തിന്റെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഖവാരീറ എന്ന് ഒരു അലിഫ് നീട്ടി ഓതണം. 16-ാം ആയത്തിന്റെ ആദ്യത്തിലും ഖവാരീറ എന്നാണ് എഴുതിയത്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖവാരീർ എന്ന റാഇന് സുക്കൂന് കൊടുത്ത് പറയണം, നീട്ടരുത്. ചേർത്തി ഓതുകയാണെങ്കിൽ വഅക്വാബിൻ കാനത് ഖവാരീറ എന്ന് രണ്ട് സ്ഥലങ്ങളിലും നീട്ടാതെ ഓതണം ചേർത്തി ഓതുമ്പോൾ. മനസ്സിലായല്ലോ? ആ സ്ഥലം ഒന്ന് ശ്രദ്ധിക്കാം. ഖുർആനിൽ ഏത് സൂറത്ത്? സൂറത്ത് ദഹർ. പറഞ്ഞത് എന്താണെന്ന് ആദ്യം നോക്കുക. സൂറത്ത് ദഹറിൽ 15-ാം ആയത്തിന്റെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഖവാരീറ എന്ന് ഒരു അലിഫ് നീട്ടി ഓതണം. വഖഫ് ചെയ്യുമ്പോൾ ഖവാരീറ എന്ന് പറഞ്ഞ് ഒരു അലിഫിന്റെ ഖദർ നീട്ടിയാണ് നിർത്തേണ്ടത്. എന്നാൽ 16-ാം ആയത്തിന്റെ ആദ്യത്തിലും ഖവാരീറ, തൊട്ട് ശേഷമുള്ള ആയത്തിലും ഖവാരീറ എന്ന തുടങ്ങുന്നത് എഴുതിയത്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖവാരീർ എന്ന റാഇന് സുക്കൂൻ കൊടുത്ത് പറയണം. രണ്ടാമത്തെ ഖവാരീർ എന്നതിൽ നിർത്തുമ്പോൾ നീട്ടരുത്. ചേർത്തി ഓതുകയാണെങ്കിൽ വഅക്വാബിൻ കാനത് ഖവാരീറ എന്ന് രണ്ട് സ്ഥലങ്ങളിലും നീട്ടാതെ ഓതണം ചേർത്തി ഓതുമ്പോൾ. അപ്പോ സൂറത്തുൽ ഇൻസാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി നാളെ അല്ല, വലൈക്കും സലാം, നാളെ അല്ല, ഇത് പൂർത്തിയാക്കാം നമുക്ക് 8:30 കേട്ടോ. 8:30 ഇന്നലത്തെ പോലെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് പൂർത്തിയാകും ഇൻഷാ അല്ലാഹ്.